ഉയർത്തിപ്പിടിച്ച് അഭിജിത് ദീപ് കെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരു കൂട്ടം പാറ്റകളും ഒപ്പമുണ്ട്. ജന്തർ മന്ദറിൽ BJP അല്ലെങ്കിൽ ഡൽഹി സർക്കാർ അല്ലെങ്കിൽ ഡൽഹി പോലീസ് അനുമതി നൽകിയിരിക്കുകയാണ്. പ്രതിഷേധിച്ചോളൂ, ധൈര്യമായി നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, നിങ്ങളെ ഇവിടെ ആരും തടയാനില്ല. ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചത് ഇങ്ങനെയല്ല. ഒരുപക്ഷെ പ്രതിഷേധത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് 7 ദിവസം മുന്നേ ഈ പ്രതിഷേധം നടത്തുന്നവർ പോലീസിനെ സമീപിക്കണം. അവിടെ നിന്ന് ആ 7 ദിവസത്തിന്റെ സമയത്തിനുള്ളിൽ മാത്രമേ പോലീസ് ഇത് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം ഈ അനുമതി നൽകൂ. പക്ഷേ ഇന്നലെ ചോദിച്ചു, ഇന്ന് പ്രതിഷേധക്കാർക്ക് അനുമതി നൽകിയിരിക്കുന്നു. നിങ്ങൾ പ്രതിഷേധിച്ചോളൂ. പൂക്കളുമായാണ് പാറ്റകൾ എത്തിയത്. എത്ര വലിയ രീതിയിൽ പാറ്റകൾ പറഞ്ഞാലും ഇന്ത്യയെ ഒരു ആഭ്യന്തര കലാപത്തിലേക്കോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ രീതിയിലേക്കോ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന BJP സർക്കാരിന് ഉറച്ച ധൈര്യമുണ്ട്, നിലപാടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ പ്രതിഷേധത്തിന് അനുമതി നൽകിയത് ഡൽഹി സർക്കാർ എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. 5 കുട്ടികളാണ് ആ ജീവൻ ഒടുക്കിയിരിക്കുന്നത്. അതിന് മറുപടി പറയണമെന്നൊക്കെയാണ് അഭിജിത് ദീപ് കെ പറയുന്നത്. അഭിജിത് ദീപ് കെ എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയത് എന്നുള്ളത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്, സംസാരിച്ചതാണ്. എന്തായിരിക്കും പാറ്റകളുടെ മുന്നോട്ടുള്ള ലക്ഷ്യം? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതാണ് ഇന്ത്യ. ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ മേലെ പ്രതിഷേധിക്കാൻ എല്ലായ്പ്പോഴും ഓരോ പാർട്ടിക്കും ഓരോ വ്യക്തിക്കും സംഘടനയ്ക്കും എല്ലാം അവകാശമുണ്ട്. അതിനെ അടിച്ചമർത്തുകയാണെങ്കിൽ അതിനെ ഏകാധിപത്യ പാർട്ടിയുടെ പ്രവണത എന്നാണ് നമ്മൾ വിശേഷിക്കുന്നത്. ഇപ്പം ചൈനയിൽ പോയി ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറ്റില്ല. റഷ്യയിൽ പോയി ചിലപ്പോൾ ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളും പറ്റില്ല. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്ത് പറ്റും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണാധികാരിയെ ചീത്ത വിളിക്കുന്നവന് പോലും ധൈര്യമായിട്ട് ഇതുവഴി ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. അതിന് സമാനമായ രീതിയിൽ പാറ്റകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു. ഇതോടുകൂടി മോദിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സർക്കാർ താഴെ വീഴും. കാരണം ഇവർ ഉന്നയിക്കുന്ന മുഴുവൻ മോദിയുടെ അഴിമതി കഥകളാണ് എന്ന രീതിയിലാണ് വലിയ പ്രചരണം നടത്തുന്നത്. ഈ പറയുന്ന പാറ്റ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി, ഇവർ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് ഡൽഹിയിലാണ്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ്, ഹിന്ദി ചാനലുകളുടെ ഒരു കൂട്ടായ്മ തന്നെ, അല്ലെ ഒരു കൂട്ടം ചാനലുകൾ അവിടേക്ക് എത്തണം. പക്ഷെ നമ്മൾ കണ്ടത് അവിടെ ഉള്ളതിലേറെയും മലയാളം ചാനലുകളായിരുന്നു. അതായത് ഡൽഹിയിലുള്ളവർക്കോ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ്. അതുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ വലിയ തോതിൽ ഇത് ആഘോഷിക്കപ്പെട്ടത്. അപ്പോഴെന്ത് പറഞ്ഞു? ജന്തർ മന്ദറിലാണ് തങ്ങളുടെ ആദ്യത്തെ പ്രതിഷേധം ഈ പാറ്റ പാർട്ടി സംഘടിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ജന്തർ മന്ദർ എന്ന് പറയുന്നത് ഡൽഹിയിലെ ഏറ്റവും സെൻസിറ്റീവായ മേഖലയാണ്. അവിടെ ഒരു പ്രകടനം, പ്രതിഷേധം ഒക്കെ സംഘടിപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും അനുമതി വേണം. ഇവിടെ അഭിജിത് ദീപ് കെ പറയുന്നു, ഞാനിതാ അമേരിക്കയിൽ നിന്ന് വരുന്നു, ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ. സത്യത്തിൽ അഭിജിത് ദീപ് കെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്ത്യയെ കുറ്റം പറയുകയും ചെയ്തുകൊണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ ആ രാജ്യം നിങ്ങളെ അവിടെ വെച്ച് ഉറപ്പിക്കില്ല. ആ രാജ്യം ഇയാളെ പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ അഭിജിത് ദീപ് കെ വരുമ്പോൾ ഇവിടെ എന്താണ്, ഈ സൗരവ്ദാസ് അല്ലെ, സൗരവ്ദാസ് വലിയ ബൊക്കയും ഒക്കെ ആയിട്ട് പൂക്കളും ഒക്കെ ആയിട്ട് നൽകിയിട്ട് പാറ്റകളെ സ്വീകരിക്കുക. എന്നിട്ട് ഇവർ നേരെ ഇനി എവിടെ പോകുന്നു? ഈ പാർലമെന്റ് സ്ട്രീറ്റിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ ചെന്ന് പോലീസിന്റെ അനുമതി മേടിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പോലീസുകാർ ഇവർക്ക് അനുമതി നിഷേധിക്കും. അങ്ങനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഭരണകൂടം ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഒരു പ്രതിഷേധത്തിന് പോലുമുള്ള സാവകാശം നൽകുന്നില്ല. അപ്പൊ എന്ത് പറ്റി? ഈ പ്രതിഷേധം അടുത്ത പഞ്ചാബിലേക്ക് വ്യാപിക്കാം. കാരണം ആം ആദ്മി പാർട്ടിക്ക് വേരോട്ടമുണ്ട്. തൊട്ടടുത്ത് കർണാടക, തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ CJPക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആ സമയത്തെ മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത, ചർച്ച എന്നിവയെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ഈ അഭിജിത് ദീപ് കെ പറയുന്നത് എന്താണ്? ഞങ്ങൾ വിദ്യാർത്ഥികൾ മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ട്? എല്ലാവർക്കും വിദ്യാഭ്യാസം, അതുപോലെ തുല്യ അവസരം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംബേദ്കറുടെ പടമൊക്കെയുള്ള ഭരണഘടന ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരു ദേശീയ പതാകയുമൊക്കെ കയ്യിലെടുത്തുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞത്. രാവിലെ 9 മണിക്ക് എത്തണമെന്ന് പറയും. വലിയ തോതിൽ ആൾക്കൂട്ടമൊക്കെ എത്തി. ഇനി ഇവർ ജന്തർ മന്ദറിലേക്ക് പോകും. ഇവർ പ്രതീക്ഷിച്ചതുപോലെ ഇവരെ ഒന്ന് തടയുകയോ ഇവർക്ക് നേരെ ഒരു ലാത്തി ചാർജ് ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ വലിയ ബോണസായിട്ട് എടുക്കാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഭരിക്കുന്ന ആ പാർട്ടിക്ക് അതിനേക്കാൾ മുൻകൂട്ടി കാണാൻ ചില കാര്യങ്ങൾ കഴിയുമെങ്കിൽ ഇവരുടെ ആ ലക്ഷ്യം നടക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അഭിജിത് ദീപ് കെ വന്നപ്പോൾ തടഞ്ഞിട്ടില്ല. വിമാനത്താവളത്തിൽ വലിയ സ്വീകരണം കിട്ടി, വലിയ ആഘോഷമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, രാവിലെ മുതൽ മലയാളത്തിലെ എല്ലാ ചാനലുകളും ഒറ്റ വാർത്തയുള്ളൂ,
പാറ്റ പാർട്ടി BJPക്കെതിരായിട്ട് ഒരു വലിയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ആ പ്രക്ഷോഭം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ന്യായമാണ് ആവശ്യം. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ സമയത്ത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ വലിയ അഴിമതിയാണ് ഉണ്ടായത്. ഒരുപാട് കുട്ടികളുടെ ഭാവിയാണ് അവതാളത്തിലായത്. അതുകൊണ്ട് ഇവർക്ക് അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. പക്ഷേ അതൊരു ഭരണകൂടത്തിന് മുഴുവൻ നേരെയുള്ള ആക്രമണമാക്കി മാറ്റാനുള്ള ഒരു വളഞ്ഞ ചിന്ത അതിനെ നമ്മുടെ ഭരണകൂടം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നില്ലേ? തീർച്ചയായും. ഞാൻ ഇന്ന് രാവിലെ ചാനലുകൾ ഈ പറയുന്നത് പോലെ നമ്മുടെ നാഷണൽ ചാനലുകളല്ല, മലയാളം ചാനലുകളിൽ മുഴുവൻ അഭിജിത്ത് ദീപ്കെ വരുന്നു, ഇറങ്ങുന്നു, ദേ തൊപ്പി വെച്ചവൻ, പിന്നെ കോട്ടിട്ടവൻ എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചു ആരുടെ ഈ അഭിജിത്ത് ദീപ്കെ എന്നുള്ള ഒരു പാർട്ടിയുടെ എവിടെയോ ഇരുന്ന് അമേരിക്കയിൽ ഇരുന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി മോദിക്കെതിരെ അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെ രംഗത്ത് വന്ന ഒരുത്തൻ. ഇതിലപ്പുറം വിശേഷണങ്ങളൊന്നും ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായും മലയാള മാധ്യമങ്ങൾ ഒരു 99% മാധ്യമങ്ങൾ മോദി വിരുദ്ധരാണ്. BJP വിരുദ്ധർ എന്നതിനപ്പുറം മോദി വിരുദ്ധരാണ്. അപ്പൊ അവര് മോദി വിരുദ്ധമായ എന്ത് കാര്യങ്ങൾ ആരെവിടെ ഇരുന്ന് ലോകത്ത് എവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്നോ പറയുന്നോ അവരൊക്കെ ഇവർക്ക് വലിയ വാർത്താ പ്രാധാന്യമുള്ളവരാണ്. അവരെയൊക്കെ ഇങ്ങനെ ആനയിച്ചു കൊണ്ടുവരും. ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ഥിതി പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഈ പ്രതിഷേധത്തിന് അനുമതി കൊടുത്തില്ല എങ്കിൽ ഇത് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഇത് ചർച്ച ചെയ്യും. കാരണം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം നടത്താൻ പോലും ഇവിടെ കഴിഞ്ഞില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയാണോ മോദി ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ BJP ഭരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഇതല്ലെങ്കിൽ ഇതിനപ്പുറം നമ്മൾ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ അന്തിച്ചർച്ചകളടക്കം ഇന്നത്തെ മാധ്യമങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കും. ഇത് മുൻകൂട്ടി കാണാൻ കഴിയുന്ന രണ്ടുപേരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. ഒന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും മറ്റൊന്ന് അമിത്ഷായും. ഇവർ രണ്ടുപേരും കൃത്യമായി ഇന്നലെ അടക്കം ഇത് ചർച്ചകൾ നടത്തി ധൈര്യമായി പ്രതിഷേധിച്ചോളൂ, നിങ്ങൾ ഇവിടെ ആരും തടയാൻ വരുന്നില്ല, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം, അത് കലാപത്തിന്റെ രീതിയിലേക്ക് പോകരുത്, സമാധാനപരമായ പ്രതിഷേധത്തിന് ആരും നിങ്ങളെ തടയിടില്ല എന്ന് പറഞ്ഞപ്പോൾ തവിട് പൊടിയായത് ആരാ? പാറ്റ പാർട്ടിയല്ലേ. അവർ പ്രതീക്ഷിച്ചത് ഇതല്ല, ഒരടി, ബഹളം, അക്രമം. ഇത് വാർത്തകളിൽ 24 മണിക്കൂർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൗരവ് ദാസ് എന്ന് പറയുന്ന CJPയുടെ വക്താവ് അടക്കം ഇങ്ങനെ വാർത്തകളിൽ ഇങ്ങനെ എന്താ പറയുക മാറാതെ ഇങ്ങനെ നിൽക്കുന്ന മുഖങ്ങളായി മാറും. ഇത് കുറെ ആളുകളുടെ മനസ്സിൽ പിന്നെ പതിയും. സ്വാഭാവികമായും ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൽ പങ്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് പറയുന്നത് പലരും ഹാക്ക് ചെയ്തു ഈ സൈറ്റ്, ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ വാസ്തവം നമുക്കറിയില്ല. തീർച്ചയായിട്ടും 5 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അദ്ദേഹം രാജിവെച്ച് ആ അന്വേഷണത്തെ നേരിടുക തന്നെയാണ് വേണ്ടത്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരെ റെയ്ഡ് നടത്താൻ ED വന്നപ്പോൾ CPM ഗുണ്ടകൾ ചേർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ അടിച്ചൊതുക്കി തവിട് പൊടിയാക്കിയെടുത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ പ്രതിഷേധത്തിന് ഒരു കൂട്ട യുവാക്കളടക്കം ഡൽഹിയിലെ ഏറ്റവും സെൻസിറ്റീവായ ജന്തർ മന്ദറിലെത്തിയപ്പോൾ അവിടെ പ്രതിഷേധത്തിന് അനുമതി നൽകിയത് BJP സർക്കാർ ഈ പാറ്റകളെ ഭയക്കുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് എന്നതാണ്. എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ ഇത് ചർച്ചയാകും. കാരണം പ്രതിഷേധത്തിന് അനുമതി നൽകി, ഇവർക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ സമാധാനപരമായി ഇവർ പിരിഞ്ഞു പോണ്ടേ? അപ്പൊ പിന്നെ ഒന്നും ഇനി ഇവർക്ക് ചെയ്യാനില്ലല്ലോ. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഇനി ആലോചിക്കണ്ടേ? അക്രമം ഉണ്ടായെങ്കിൽ സിനിജി പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ, പഞ്ചാബിൽ, ഡൽഹിയിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വ്യാപിപ്പിക്കാം. അക്രമമില്ലാതെ ഇത് സമാധാനത്തിലേക്ക് പോയാൽ എന്താണ് ഇനി എന്ത് എന്നൊരു ചോദ്യം ഇവരുടെ മുന്നിലില്ലേ? ഈ CJP ഇപ്പോൾ ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ട് സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അടിയന്തരമായിട്ട് അവരുടെ ഹർജിയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു. കാരണം ഈ ഫൗണ്ടേഷന്റെ പിന്നിൽ ആരാണെന്ന് നമുക്കറിയില്ല. ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് CJP കൃത്യമായിട്ട് അറിയാം. കാരണം CJP എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആശയമല്ലോ. നമ്മൾ വിചാരിക്കും അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിലുണ്ടായ ബോധോദയമാണെന്നൊന്നുമല്ല.
കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ ഫണ്ട് വന്ന് ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാറായി കുറെ ആളുകൾ ശ്രമിക്കുന്നു. അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മുഖം, അതിന്റെ പിന്നിൽ ജോർജ് സോറസ് അടക്കം ഒരുപാട് പേരുണ്ടാകാം. കാരണം ഇന്ത്യ തകരണമെന്ന് ഇന്ത്യ പറയുന്നത് കേൾക്കുന്ന രാജ്യങ്ങൾ, ലോകം ഇപ്പോൾ ഇന്ത്യ പറയുന്നത് കേൾക്കുന്നുണ്ട് 2014 മുതൽ. അപ്പോൾ ഇന്ത്യ തകർക്കണം, അതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് മാക്സിമം ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കളിക്കളം മാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഇപ്പൊ 12 വർഷത്തോളമായിട്ട് ഒരു ഭരണകൂടം മാത്രം ഭരിക്കുക, അല്ലെങ്കിൽ അവർ മാത്രം രാജ്യത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഏറ്റവും സഹായകമാണ്. അങ്ങനെ 12 വർഷമൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ മറ്റ് ചില ആളുകൾക്ക്, പുറത്തു നിൽക്കുന്നവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പല കാര്യങ്ങൾക്ക് ലാഭം കൊയ്യാനായിട്ട് പറ്റുന്നില്ല. അവരുടേതായ രീതിയിൽ കരാറുകൾ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ചെയ്യും. ഇപ്പൊ കർഷക കലാപം ഉണ്ടാക്കി എന്തിനാ റെഡ് ഫോർട്ടിന്റെ മുകളിൽ പോയി പതാക ഉയർത്തിയത്? എന്തിനു വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇളക്കി വിട്ടത്? എല്ലാം ഒന്നിനു പിറകെ തവിടുപൊടിയായില്ലേ? അതിനുശേഷം ഈ CJP എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനവർ വിചാരിക്കുന്നതിനേക്കാൾ വലിയ റീച്ച് കിട്ടി. അപ്പോഴാണ് ജെൻസി കലാപമൊക്കെ മറ്റു നാട്ടിൽ നടന്നില്ലേ, അതിന് സമാനമായി നടത്താമെന്നുള്ള ഒരു ഓപ്പറേഷൻ, ഒരു പ്ലാൻ കൊണ്ടുവരുന്നത്. ഒന്ന് വിചാരിക്കുക, ക്ഷമിക്കുക. അതായത് ഇത്രയും നേരം ചാനലുകളിലൊക്കെ ബിഗ് ബ്രേക്കിംഗ് കണ്ടോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളൊക്കെ ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു. CJP വന്ന് പ്രതിഷേധ അനുമതി കൊടുക്കില്ല എന്ന് കണ്ടാണ് ചാനലുകളെല്ലാം അവിടെ പോയി തമ്പടിച്ചെടുത്ത്. ഇപ്പൊ വാർത്ത മാറി. അതാണ് പ്രശ്നം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള അവസരം നൽകുന്നവരാണ് ഇന്ത്യ. അല്ലെ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതിനെ എതിർക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്ത് കാര്യത്തിനും എതിർപ്പുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ശരി, നിങ്ങൾ ചെയ്തോ, പ്രശ്നമൊന്നുമില്ലല്ലോ, സമാധാനപരമായി ചെയ്യാലോ. ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത് പാർട്ടിയുടെ പേരിൽ അവിടെ എന്ത് നടക്കും? ഇനി അവിടെ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ മാത്രമല്ല ഡൽഹി പോലീസ് ഉണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സേനയുണ്ട്, അത് അവർക്ക് ചെയ്യാം. പക്ഷെ അനുമതി കൊടുത്തില്ലെങ്കിലോ ഈ ഭരണകൂടം ഞങ്ങളെ കണ്ട് വിറച്ചു, ഞെട്ടി വിറച്ചു, ഇതൊക്കെ പറഞ്ഞുണ്ടാക്കാമായിരുന്നു. പക്ഷെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ തന്ത്രം ആദ്യം തന്നെ പാളി. കാരണം ഇവർക്ക് പറയാം, ഇത് തന്നെ ഈ തെറ്റാണ്, ഈ ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണം, CBSE ചെയർമാനെയോ പ്രസിഡന്റെയോ സെക്രട്ടറിയോ ഒക്കെ മാറ്റിയോണ്ടൊന്നും കാര്യമില്ല, ഇതൊക്കെ ന്യായമാണ്. പക്ഷെ അത് മാത്രമാണ് ഇവരുടെ ആവശ്യം. ഇവർ മുന്നോട്ട് വെച്ചത് സുപ്രീം കോടതി ജഡ്ജിക്ക് പിന്നീട് പദവി കൊടുക്കരുത്, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് ഇന്ന ആൾക്കാരെ കൊണ്ടുവരരുത്, ഇതൊക്കെ ഒരു ന്യായമായ തീരുമാനമല്ല. അതുകൊണ്ട് തന്നെ CJPയുടെ പ്രതിഷേധത്തെ തടഞ്ഞുകൊണ്ട് വലിയൊരു കോലാഹലം ഇവിടെ ഉണ്ടാകപ്പെടുമെന്ന് ഒന്നുകിൽ ഇതിന് ഫണ്ട് ചെയ്തവർ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ മോദിയെ വിരുദ്ധർ കരുതി. ഇവിടെയാണ് മോദിയുടെ തന്ത്രപരമായ നീക്കം. നിങ്ങൾ വന്ന് പ്രതിഷേധിച്ചോളൂ, തന്നെ പറയുന്ന പോലെ തീർന്നില്ല. പ്രതിഷേധിക്കാൻ അവസരം കൊടുത്താൽ പിന്നെന്താ പ്രശ്നം? 9 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ മാധ്യമങ്ങളെ ശ്രദ്ധ മുഴുവൻ അവിടെ. അത് കഴിഞ്ഞ് ജന്തർ മന്ദറിൽ വേറെ കുറെ ആൾക്കാർ, കുറെ പേർ ഭരണഘടന ഉയർത്തി കാണിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ വലിയ വാർത്തയായി മാറിയേ. ഇപ്പൊ വാർത്ത ചത്തു, ഇതാണൊരു പ്രശ്നം. സത്യത്തിൽ പാറ്റ ചത്താണോ വാർത്ത ചത്താണോ എന്താണ് സംഭവിക്കുന്നത്? പാറ്റയും ചത്തു, പാറ്റയ്ക്ക് പിന്നിലുള്ളവരും ചത്തു. മക്കളെ കളിക്കുമ്പോ ആളറിഞ്ഞ് കളിക്കണം. കാരണം ഈ നരേന്ദ്രമോദി, അമിത്ഷാ എന്നൊക്കെ ഇവരൊക്കെ RSS വന്നവരാണ്. ഇവരൊക്കെ BJP എന്നുള്ളതൊക്കെ മാറ്റി നിർത്ത്. 18 അല്ല 28 58 അടവും പഠിച്ച് അതിന്റെ അകത്തിറങ്ങി നിന്ന് കളിച്ച്. കാരണം ഗുജറാത്ത് കലാപം പോലെ ഒരു കലാപത്തിന്റെ 10 മണിക്കൂർ SITക്ക് മുന്നിൽ ഇരുന്ന് ചോദ്യം ചെയ്തിറങ്ങി വന്ന ഒരു മനുഷ്യനാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അങ്ങനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ എടുത്തു മാറ്റാവുന്ന കാര്യം. നിങ്ങൾ പ്രതിഷേധിച്ചോളൂ, അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല. അനുമതി നൽകിയിരിക്കുന്നു. പാറ്റയുടെ അവസ്ഥ തവിട് പൊടിയായാലും ഇവരെയൊക്കെ വിട്ടവരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ പരിഹാസം തോന്നുന്നത്. കാരണം ഇത് ഇന്ത്യ ആണെന്ന് എപ്പോഴും മറന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ ഡൽഹിയിൽ ഇറങ്ങിയ പാറ്റയ്ക്ക് ഇനി സംഭവിക്കാൻ പോകുന്നതായി ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.